ഇത് വാറണ്ടി ഇല്ലേ? വാറണ്ടി വണ്ടിയില്ല. വാറണ്ടി പേപ്പർ ആവണ്ടായിരിക്കും. സ്പീക്കർ നമുക്കൊരു വിഷയം. ഈ ആംപ്ലിഫയറിന് വാറണ്ടി ഉള്ളതല്ലേ? വാറണ്ടി പേപ്പർ വർക്ക് ചെയ്ത് സീലടിക്കൊന്നും വേണ്ടല്ലേ? ഓവറെല്ലാം ഒന്ന് ചെയ്ത് കൊടുത്തിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ കസ്റ്റഡി ചെയ്യുന്ന വേറെ ആരെങ്കിലും പൈനറില്ല, പൈനറിന്റെ സർവീസ് സെന്റർ തന്നെയാണ്. അവരൊന്നും ചെയ്ത കാര്യമില്ല, പൈനറിന്റെ സർവീസ് സെന്ററിൽ തന്നെ വിളിക്കാം. അപ്പൊ അവര് ചെയ്തു. ഇത് കാഞ്ഞിരപ്പള്ളിയില്ല, സോണിയല്ല. കൊറിയർ ചെയ്ത് സ്പീക്കർ ഏത് വേണേലും ഉണ്ട്. സോണിയാണേലും പൈനറുണ്ട്, JBL ഉണ്ട്. ഏത് ബ്രാൻഡ് വേണമെന്ന് പറഞ്ഞാൽ ഞാൻ കൊറിയർ അയച്ചു. ഇതേതാ ഇതല്ലേ? കുഴപ്പമില്ല. സീന്ന് മാറ്റി കൊടുക്കും. കൊടുക്കാൻ പറ്റും സാറേ. ഓക്കെ. All this time I've been holding on so tight, 'cause all that I do was easy to use. So call my time, but you weren't really mine, just something to do. Thought I never knew. No surprise, but nevertheless, I'm still stuck in self-defense. No surprise, but nevertheless, I get lost when I look in your eyes. I just want to be next to your I get lost when I look in your eyes. Do you even learning? Do you even leave now, make your escape. You know the fortune favors the brave. So just get away. No surprise, but nevertheless, I'm still stuck in self-defense. No surprise, but nevertheless, I get lost when I look in your eyes. I just want to be next to your I get lost when I look in your eyes. Do you even I get lost when I look in your eyes. I just want to be next to your I get lost when I look in your eyes. Do you even do you even Hello, 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 hello. രണ്ട് നമ്പർ തിടനാട്. റിമോട്ട് തീർന്ന് എനിക്ക് വേണ്ടി അതില്ല.
വീഡിയോ കൊണ്ട് നല്ലപോലെ ചെയ്തല്ലോ അല്ലേ? ഫ്ലക്സ് ഇതായിട്ട് ചെയ്തല്ലോ. ഇതൊരു ഇതെടുത്ത് നൂർത്ത് വിട്ടാരെ അവിടെ കാണിച്ചു തരാം. ഇൻഡെക്സ് ഇതെല്ലാം കണക്ട് ചെയ്ത് കൊടുത്തു. കാസറ്റിൻ്റെ ഏറ്റവും വലിയ കുഴപ്പമെന്ന് വെച്ചാൽ കാസറ്റിൻ്റെ ബെൽറ്റുകളൊന്നുമില്ല. അത് ലൈറ്റൊന്നും ചാർജിങ് നടക്കുന്നില്ലായിരുന്നു. ചാർജിങ് ലൈറ്റ് ഇപ്പോൾ നീ കത്തൂരിട്ടോ മുളകുത്തി എന്നിട്ടൊരു പെൻഡ്രൈവ് എടുത്തു ചാർജിങ് ലൈറ്റ് റെഡി. ഹലോ 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 ചാർജ് ആയി കഴിയുമ്പോൾ എല്ലാ പ്രശ്നവും തീരും.
ചാർജ് ആയി കഴിയുമ്പോഴേ എല്ലാ പ്രശ്നവും ചെയ്യും. ഹലോ, ആവശ്യത്തിന് കറണ്ട് വരുന്നില്ല, ചാർജ് കൂട്ടും. പണ്ട് ഒരു രാത്രി ഇടിയുണ്ടായി കൊടുക്കുന്നുണ്ട്, ഒരു 5-6 മണിക്കൂർ കുത്തിയിടെ. കാരണം അതിൻ്റെ പവർ സപ്ലൈ ഇത് ചാർജ് ആയതുകൊണ്ട് പവർ സപ്ലൈ പോയല്ലോ. അപ്പോൾ ചാർജ് ഇല്ലാത്തതുകൊണ്ട് ബാറ്ററി തീരെ അങ്ങ് ഇറങ്ങിപ്പോയി. വളരെ കുറഞ്ഞിട്ടാണ് കൂടുന്നത്. ഹലോ, എന്നാ പറഞ്ഞു, എന്താ സാറേ? ഇതിനകത്ത് ഏത് ബാറ്ററിയാണ് ഇരിക്കുന്നത്? ലിഥിയാണോ മറ്റേതാണോ? മറ്റേതായിരിക്കും. ലെഡാസിലാണോ? ചതുരപ്പെട്ടിയാണോ? ഇതിപ്പോ കേടായിട്ട് എത്ര നാളായിട്ടിരിക്കുന്നു? അന്നാലും തന്നെ കൊടുത്തോ? അപ്പം എത്ര നാളായി കാണും ഇവിടെ തന്നിട്ടിപ്പോ? മാർച്ച്, ഏപ്രിൽ, 2 മാസമായല്ലേ? മൈക്ക് വെച്ചല്ലോ. JBLൻ്റെ ഒരു പവർ സപ്ലൈ ആണ്, ഒരു 9.1. അതിൻ്റെ ആ സെറ്റ് അവിടെ ഇരിപ്പുണ്ട്, അതൊന്ന് കാണിച്ചെനിച്ച്. 9.1 സെറ്റ്. അതിൻ്റെ സബ്ബൂഫർ വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇതിന്ന് പ്രശ്നം. സബ്ബൂഫർ വിട്ടുവിട്ട് പോവാണ്. സബ്ബൂഫർ വിട്ടുവിട്ട് പോകുമ്പോൾ അത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് അയ്യോ പിന്നെ അടിയായി. ഇതിനകത്ത് കപ്പാസിറ്ററിനകത്ത് ഇഷ്ടം പോലെ കിടക്കുക, എവിടെ തൊട്ടാലും അടിയാ. അപ്പോൾ അത് മെയിൻ ഫിൽറ്ററിൽ കിടക്കുന്നതാണ് കപ്പാസിറ്റർ ഓസിലേഷൻ ആ വരുമ്പോൾ. അത് 400 വോൾട്ടാണ് കിടക്കുന്നത്, നല്ല അടിയാണ്. അത് DC ആയതുകൊണ്ട് നല്ല കീറടിയാണ്, കൈയെല്ലാം തുളഞ്ഞു പോകും. അപ്പോൾ ആ സാറിൻ്റെ സെറ്റാണത്. അത് പിന്നെ JBL കമ്പനിയിൽ. സാറിൻ്റെ പേരെങ്ങനെ? എൻ്റെ പേര് മാത്യു. മാത്യു സാറ് JBL പറഞ്ഞതല്ലേ? JBL പറഞ്ഞ കസ്റ്റമർ കെയറെ വിളിച്ചു, അവരുടെ ഒരു റെപ്പ് വന്നു. അവർ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞ് ബോർഡ് പോയതാണ്, ബോർഡ് കംപ്ലൈൻ്റ് ആയത് കാരണം അവർ പറഞ്ഞു അത് ഓർഡർ ചെയ്യാമെന്ന് പറഞ്ഞു. ഓർഡർ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പോയിട്ട് പിന്നെ ഒരു ഇൻഫർമേഷൻ ഇല്ല. ഏകദേശം എത്ര നാളായി? 3 മാസത്തോളമായി. 3 മാസമായിട്ട് അവരെ വിളിച്ചാൽ അവരെടുക്കുകയില്ല, ഒരു ഇൻഫർമേഷൻ ഇല്ല. റെസ്പോൺസിബിലിറ്റി ആയിട്ടുള്ള കസ്റ്റമർ കെയർ ആണ്. അതാണ്. അപ്പം JBL പോലത്തെ ഒരു വലിയ കമ്പനികൾ
അത് ശരിക്കും നമ്മൾ കസ്റ്റമർ കെയറും സർവീസും ബെസ്റ്റായിട്ട് കൊടുക്കണം. കൊടുത്തില്ലെങ്കിൽ ഇത് വാങ്ങുന്ന ആൾക്കാർ വളരെ മോഹത്തോടെയും സന്തോഷത്തോടെയും ആഗ്രഹിച്ച് മേടിക്കുന്നതല്ലേ. ഇത് ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന സെറ്റാണെങ്കിൽ 1 ലക്ഷം രൂപ 1.5 ലക്ഷം രൂപ ഇപ്പോൾ ഈ സെറ്റിന് ഇവിടെ വിലയുണ്ട്. ആ സെറ്റൊന്ന് കാണിച്ച് എനിക്ക് ചെയ്ത് ആ സ്പീക്കറുകളൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് കാണിച്ച്. ചിലപ്പോൾ JBL കമ്പനി പോലും ചിലപ്പോൾ അറിയുന്ന കാണുകയില്ല. ഈ പല കേസുകളിലും നമ്മൾ കമ്പനിയുടെ സർവീസ് സെൻറ്ററിൻ്റെ ടോൾ ഫ്രീ നമ്പർ രജിസ്റ്റർ ചെയ്തെങ്കിൽ മാത്രമേ ഇത് കൃത്യമായിട്ട് ഇത് റെസ്പോണ്ട് ചെയ്യുള്ളൂ. അല്ലെ ഓരോ സർവീസ് സെൻറ്ററുകാർ ഇതൊക്കെ തന്നെ കിട്ടാനെന്നുള്ള മറ്റുള്ള അവരങ്ങ് ഉപേക്ഷിച്ചിട്ട് പോകും. പിന്നെ ഇന്ത്യയിലുള്ള മോഡലല്ല എന്നൊക്കെ പറഞ്ഞ് ഇവർ ചെയ്യും. ഇത് നീ ഒന്ന് ഇച്ചിരി നേരം പിടിക്കുന്നോ? കൈ പിടിച്ചോ വരെ. അപ്പം നമ്മളൊരു അടിപൊളി പവർ സപ്ലൈ 38 വോൾട്ടാണ്. 38 വോൾട്ടിൻ്റെ നമ്മളുടെ പവർ കൂടിയ ഞങ്ങൾക്കൊരു ആംപ്ലിഫയർ ഉണ്ട്. ആ ആംപ്ലിഫയറിന് ഞങ്ങൾ യൂസ് ചെയ്യുന്ന പവർ സപ്ലൈ ആണ്. ഇവരുടെ പവർ സപ്ലൈക്കാർ നല്ല കിടക്കാച്ചി പവർ സപ്ലൈ ആണ്. ഫുൾ മെറ്റൽ കവറാണ്. ഇതിനകത്ത് കയറ്റിയതാണെന്ന് ആരെങ്കിലും പറയൂ? അത്ര മനോഹരമായില്ല കാര്യങ്ങൾ. ഇതിൽ ഇരുന്ന സാധനം ചുമ്മാ കുറേ ഇതൊക്കെ വെച്ച് തുറന്നിരിക്കുന്നത്. ഇത് ഫുൾ കവേർഡ് ആയിട്ടുള്ള ഫുൾ മെറ്റൽ കവറുള്ള നമ്മുടെ ആംപ്ലിഫയർ, അതിൻ്റെ പവർ സപ്ലൈ ഇതേ കയറ്റി സെറ്റിൻ്റെ കംപ്ലൈൻറ്റ് തീർന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കാണുമ്പം ഇത് ഓണാവും ഓഫാവും. അപ്പോൾ ഞാൻ ഓൾട്ടൈ നോക്കി കഴിഞ്ഞപ്പോൾ 38 ഓൾട്ടൈ നേരെ 9 വോൾട്ടാവും 6 വോൾട്ടാവും 8 വോൾട്ടാവും അങ്ങനെ വേരി ചെയ്യാണ്. ഇതിനകത്ത് ഈ ക്ലാവ് പിടിച്ചിരിക്കുന്ന ഈ ലൈനൊക്കെ കൊടുക്കാൻ മേലെന്ന് ചോദിക്കും. കൊടുത്തു കഴിഞ്ഞാലും ഒരു മാസത്തിനകം അടുത്ത ലൈനും ക്ലാവ് പിടിക്കാൻ നോക്കും. ഇതെല്ലാം മുഴുവൻ ലൈനും വയറിട്ട് കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. ഈ ക്ലാവ് പിടിച്ച് പോയ ലൈനുകൾ വയറിട്ട് കൊടുക്കാം. ചിലപ്പോൾ കോമ്പണൻറ്റ് പോയിട്ട് കാണുകയില്ലായിരിക്കാം. നന്നാക്കി എടുക്കാൻ മേലാകില്ല. അത് താൽക്കാലികമാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന വർക്ക് എന്ന് പറഞ്ഞാൽ ശാശ്വതമായ പരിഹാരമായിരിക്കണം. ഇനി മേലിൽ ഈ സെറ്റിന് അടുത്ത കാലത്തെങ്കിലും ഈ പവർ സപ്ലൈയുടെ പേരിൽ ഒരു കംപ്ലയിൻറ്റ് പറയാൻ പറ്റില്ല. ഇത് ക്ലാവ് പിടിച്ചപ്പോൾ തന്നെ അതിന് ഉദ്ദേശിച്ചത്ര ക്വാളിറ്റി ഇല്ല എന്ന് വേണം നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം. നല്ല PCB ആണെങ്കിൽ ഒരു കാരണവശാലും ക്ലാവ് പിടിക്കാൻ പാടില്ലല്ലോ. ഇരിക്കുന്നത് ഈ ആംപ്ലിഫയർ ക്ലാസ് D തന്നെയാണ് JBLൻ്റെ. ഈ 1.5 ലക്ഷം രൂപയുടെ സെറ്റിനകത്തും ക്ലാസ് D ആംപ്ലിഫയർ ആണ് ഇരിക്കുന്നത്. ക്ലാസ് D കുറ്റം പറയുന്നവർക്ക് വേണ്ടി ഞാൻ കാണിച്ചതാണ്. 4 കോയിലുള്ള വെറും 100 വാട്ട്സ് ഉള്ള ക്ലാസ് D ആംപ്ലിഫയർ ആണ് ഇതിനകത്തും വെച്ചിരിക്കുന്നത്. അപ്പോൾ ലക്ഷം കൂടിയെന്ന് ഓർത്തൊന്നും എല്ലാവരും ഈ ടെക്നോളജി തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നല്ല കമ്പനികൾ മുഴുവൻ ഉപയോഗിക്കുന്നത്. ആ പഴയ ട്രാൻസ്ഫോമർ വെച്ചുള്ള ട്രാൻസിസ്റ്റർ മോസ്ഫെറ്റും ഒക്കെ അതിൻ്റെയൊക്കെ കാലം കഴിഞ്ഞു എന്ന് ഞാൻ പറയുമ്പോൾ എന്നെ കുറ്റപ്പെടുത്തുന്നവർക്ക് വേണ്ടി ഞാൻ കാണിച്ചാണ്. ഇതിനാർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് മാത്രം പറയാം. അപ്പോൾ ഇത് നമ്മൾ കണക്ട് ചെയ്ത് ഇപ്പം തന്നെ വർക്ക് ചെയ്യിച്ച് നിങ്ങളെ കാണിക്കാം. ഇത് വന്നിട്ട് പാക്ക് ചെയ്തു. അപ്പോൾ ശ്രീവേട്ടന് കയറ്റിയാൽ മതി. അത് കയറ്റിക്കോ. എന്നിട്ട് വർക്ക് ചെയ്യിക്കുന്ന വീഡിയോ കൂടെ എടുത്തു. അതേ ഷോക്കൊന്നും വരികയല്ല. ധൈര്യമായിട്ട് കയറ്റിക്കോ. മൂന്നാലെണ്ണം അടിച്ച് കൈക്കൊരു ചെറിയ വേദനയായി. ഒരു കഴപ്പ് പിച്ചട്ട് ഉരുവി കഴിയുമ്പോഴായിരുന്നു ഷോക്കടി. നമ്മളിങ്ങനെ വെച്ച് ഓണാക്കി വെച്ചുകൊണ്ട് ഓരോ ഓൾഡേ നോക്കി വരുമ്പോൾ ചിലപ്പോൾ അറിയാതെ കൈ താഴെ പൂട്ടും. ഒരു പ്രാവശ്യം ഞാൻ നമ്മുടെ ഇവിടെ പണിതുകൊണ്ടിരുന്ന ഒരു ഞാൻ ഗ്ലാസ് വെച്ച് ഞങ്ങൾ വെച്ചിട്ട് ഫ്രണ്ട് ഇവിടെ ഒരു ഗ്ലാസ് വെക്കും, അപ്പുറം ഗ്ലാസ് വെക്കും. പണിതുകൊണ്ടിരുന്നപ്പോൾ ഞാൻ നോക്കിയപ്പോൾ പുറകെ ഇരുന്നവന് ഒരുത്തം വിറയ്ക്കുന്നിരുന്നു. കടിക്കാൻ സ്റ്റൂളെടുത്ത് ഒറ്റയടി കൊടുത്തു അവൻ താഴെ വീടും. അതേ ചത്തുവരും നമ്മൾ കണ്ടില്ലായിരുന്നു. അത് പിടിച്ചു പോകും ചിലപ്പോൾ. ഇതിപ്പോൾ ലൈനിൽ കൊടുത്തിരിക്കുമല്ലോ, അതുകൊണ്ട് ഇതേ കിടക്കുന്നതല്ലേ കിട്ടുന്നുള്ളൂ. മറ്റേ ലൈനിൽ കൊടുത്തിരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ ഇരിക്കും. കാരണം അത്ര വലിയ പ്രശ്നം. എത്രയോ പേര് ഷോക്ക് അടിച്ച് മരിച്ചിരിക്കും. മരിക്കും. അതെ അല്ലേ, സോൾഡറിങ് ആണെങ്കിൽ സോൾഡറിങ്ങാനും വിഷയമാണ്. ഓ, ഈ കോട്ടയത്തുള്ള വലിയൊരു TV കടക്കാരൻ്റെ പുള്ളിയുടെ മകനിങ്ങനെ മരിച്ച പിടിക്കുക അങ്ങനെയുള്ളൊരു വിഷയം ഇതുവരെ ഉണ്ടായിട്ടില്ല. അങ്ങനെ ചെറിയ ഷോക്കൊന്നും എനിക്ക് അടിക്കില്ല. ഞാൻ പോയി ഇവന്മാരെല്ലാം വന്ന് ഷോക്കുണ്ടോ സോണി ചേട്ടാ, ഞാനാ പിന്നെ പിടിച്ചു നോക്കുന്നത്. പോയി കുഴപ്പമില്ല, നീ ധൈര്യമായിട്ട് പിടിച്ചോളാൻ പറയും. നമ്മളെപ്പോഴും പിടിച്ചു നോക്കുകയാണെങ്കിൽ ഇങ്ങനെ പിടിക്കാവുള്ളൂ, പുറം കൈ കൊണ്ട് പിടിക്കുക. ഈ കൈ ഇങ്ങനെ മുറുകിപ്പോയാൽ തീർന്നു. കോച്ച് വരിക. ഇപ്പം ഈ 4 അടി അടിച്ചപ്പോൾ എനിക്ക് ഇവിടെ ഒരു കഴപ്പ് പോലെ ആയി. കൈക്ക് പ്രശ്നം കുഴപ്പമൊന്നും വരികയില്ല, അല്ല വന്നു. ഒരു 2-3 കിട്ടിയില്ലേ. DC ആകുമ്പോൾ ഭയങ്കര കൂടുതലാണ്, 400.
പേടിച്ചാൽ നമുക്ക് ഈ പണിയൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ പെട്ടെന്ന് പ്ലേ ചെയ്ത മോനെ ആ സെറ്റങ്ങ് മാറ്റി വെച്ച് ഇതിൻ്റെ മുഖമൊക്കെ കാണുന്ന പോലെ ആയിരിക്കുന്ന ആ ഊഫർ ഇച്ചിരി ഒതുക്കി വെച്ചു. സാർ എവിടെയാണ്? എറണാകുളം. എവിടെയാണ് സ്ഥലം? എവിടെയാണ്? പത്തനംതിട്ട എന്ന് തോന്നുന്നു അല്ലേ? പന്തളം. ഇതിനെന്നാ കുഴപ്പം? ഇതിന് അതും ആക്ച്വലി നേരത്തെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ്. പിന്നെ ഞാൻ അധികം അത് വർക്ക് ചെയ്യിച്ചു. ആദ്യം വർക്ക് ചെയ്യിച്ചിട്ടു. ജസ്റ്റ് വർക്ക് ചെയ്യിക്കാവുള്ളേ. ഇതിപ്പോൾ കിട്ടിയപ്പോൾ ഇനി ഇതിൻ്റെ ആവശ്യമില്ലല്ലോ. ഒരെണ്ണം പോലെ അത് രണ്ട് യൂസാണോ? 2 യൂസാണ്. ഇത് എത്ര നാളായിട്ട് ഉപയോഗിക്കാതിരിക്കുക? ഇതിപ്പം 3-4 മാസമായതേ ഉള്ളൂ. ഇത് 9.1 അല്ലേ? ഇതും ഈ 2 സ്പീക്കറും ഇതിൻ്റെ അല്ലേ? ഇത് ഈ സൈഡിൽ വെക്കുന്നതല്ലേ? റയർ സ്പീക്കറാണ്. അതിന് സപ്ലൈ കൊടുത്താ അല്ലേ? ഇത് നമ്മൾ കുത്തി വെച്ചാൽ മതി. ഓൺ ചെയ്യണം. ഇതിനകത്ത് ബാറ്ററി ഉണ്ട്. ഓക്കെ. മൊബൈലിൻ്റെ ചാർജർ വെച്ച് ചാർജ് ചെയ്താൽ മതി. അങ്ങനെയും ചാർജ് ചെയ്യാം, ഇങ്ങനെയും ചെയ്യാം. 2 പിന്നുണ്ട്. ഇവർ തന്നിരിക്കുന്ന മറ്റേതായിരിക്കും അല്ലേ? കമ്പനി തന്നിട്ടുള്ളൂ അഡാപ്റ്റർ? ഇല്ല, ഒന്നും തന്നിട്ടില്ല. ഓഹോ. ചാർജ് ഇല്ല ജിൻസി. Lijo. അപ്പോൾ ഇത് മാറ്റിക്കോ. ഇത് ഓക്കെ. ഇത് ഇതിൻ്റെ കനം നോക്കട്ടെ. ഭയങ്കര കനമായിരിക്കും അല്ലേ? നോക്കട്ടെ. ഷോർട്ട് all this time. I've been holding on so tight, 'cause all that I do was easy to use. So call my time, but you weren't really mine, just something to do. Thought I never knew. No surprise, but nevertheless, I'm still stuck in self-defense. No surprise, but nevertheless, രാവിലെ പഴയങ്ങനെ വിളിച്ചു പോകും. I get lost when I അതിൻ്റെ look in മെയിൻ your പ്രോസസ്സറായി eyes. I just want to be next to your ഈ AVR-എല്ലാം പറ്റുന്ന ആ മോഡ് പോകുന്നത് മൊത്തം ക്ലൗഡ് കയറി കുത്തിക്ക് ഇതിൻ്റെ എല്ലാ ഫങ്ഷനും ചെയ്യും. പക്ഷേ അതിൻ്റെ പ്രോസസ്സർ ഔട്ടുകളൊന്നും വരിക. ആ ബോർഡ് കിട്ടിയെങ്കിൽ മാത്രമേ ഇനി ആ സാധനം ഉണ്ടാക്കാൻ ബോർഡ് കംപ്ലീറ്റ് ഈ ഡബിൾ സൈഡ് പ്രിന്റുമാണ്.
AVR കംപ്ലൈൻറ്റ് വരുന്നതൊന്നും ആംപ്ലിഫയർ സെക്ഷനിൽ യാതൊരു കംപ്ലൈൻറ്റും വരാറില്ല. കൂടുതലും വരുന്നത് കൺട്രോൾ സെക്ഷനിലാണ്. എപ്പോഴും അത് വർക്കിംഗ് ആണ്. ഇതിൻ്റെ വോൾട്ടേജ് കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യേണ്ട ഐസികൾ, അതിൻ്റെ കപ്പാസിറ്റർ ഇത് കണ്ടോ കറുത്തിരിക്കുന്നുണ്ടോ, അതിനെ വെളുത്തിരിക്കേണ്ട സാധനം, ഇതുപോലെ ഇരിക്കേണ്ട സാധനം ഇത്. ഈ ഐസി ഇരിക്കുന്ന പോലെ ഇരിക്കേണ്ട ഇത് കാല് മുഴുവൻ ദ്രവിച്ചു. അത് കഴിഞ്ഞിട്ടെല്ലാം ഇങ്ങനെ ക്ലാവ് കയറി പോവാം. ഓങ്കിയോടെ റിമോട്ടാണ്, AVRൻ്റെ റിമോട്ടാണ്. जाते हैं आपके दो रुखसारों पर, और कितने रंग आते जाते हैं आपके दो रुखसारों पर। एक हया का रंग गुलाबी, धूप चढ़ी कोसारों पर। कितने रंग आते जाते हैं आपके दो रुखसारों पर। हर एक अदा मासूम है, हर एक अदा मेहरबान, मेहरबानियां मेहरबानियां अजी मेहरबानियां, बड़ी मेहरबानियां, मेहरबानियां है मेहरबानियां अजी मेहरबानियां, बड़ी मेहरबानियां।